നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. മഴ പെയ്തതോടെ വീണ്ടും ദുരിതത്തിലായി ചെമ്മാട്ടെ വ്യാപാരികൾ. കൈമലർത്തി നഗരസഭ. വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടം. ഇന്നലെ മുതൽ പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിലാണ് ചെമ്മാട്ടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറിയത്. ഡ്രൈനേജിലേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതിനാലാണ് കടകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത്. തിരൂരങ്ങാടി നഗരസഭയുടെ മൂക്കിൻ തുമ്പത്ത് തന്നെയുള്ള ബേബി സ്റ്റെപ്സ്, ബുക്ക് സ്മാർട്ട് എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് വെള്ളം കയറിയത്. നഗരസഭ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് വ്യാപാരികൾ ആരോപിച്ചു. ഇത് മൂന്നാം തവണയാണ് ഇവിടെ വെള്ളം കയറുന്നത്. മഴവെള്ളം ഡ്രൈനേജിലേക്ക് ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതിനാൽ വെള്ളം മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുകയാണ്. നേരത്തെ മഴവെള്ളം കടകളിലേക്ക് കയറിയപ്പോൾ തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ അടക്കം സ്ഥാപനങ്ങൾ സന്ദർശിച്ചിരുന്നു. ഇവിടെ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനും ഡ്രൈനേജിലേക്ക് പോകുന്നതിനും സംവിധാനമില്ലെന്ന് മനസ്സിലാക്കി താൽക്കാലികമായി ചെറിയ ദ്വാരങ്ങൾ ഇട്ടിരുന്നു. എന്നാൽ അത് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അടഞ്ഞെന്നും നഗരസഭ ഇക്കാര്യത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. കുട്ടികളുടെ വസ്ത്രശാലയായ ബേബി സ്റ്റെപ്സിൽ ഇതിനോടകം തന്നെ 5 ലക്ഷം രൂപയോളം നാശനഷ്ടമുണ്ടായതായി ഉടമ ഷിഹാബ് പറഞ്ഞു. സ്ഥലത്ത് കൈവരി വെച്ചതിന് ശേഷമാണ് കടകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയതെന്നും ഇതുവരെ വലിയ മഴ പെയ്തിട്ട് പോലും ഇത്തരത്തിൽ കടയിലേക്ക് വെള്ളം കയറിയിരുന്നില്ലെന്നും ഇദ്ദേഹം പറയുന്നു. എന്നാൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൈവരി മൂലം താഴെ ഭാഗം കോൺക്രീറ്റ് ചെയ്തതോടെ വെള്ളം ഡ്രൈനേജിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനമില്ലാതായെന്നുമാണ് വ്യാപാരികൾ പറയുന്നത്. അതേസമയം ഇതിന് പരിഹാരം കാണുന്നതിനായി നഗരസഭ അധികൃതരോട് സംസാരിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയില്ലെന്നും കച്ചവടക്കാർ ആരോപിച്ചു. PWDയുടെ പ്രവൃത്തിയാണ്, അത് ശരിയാക്കേണ്ടത് PWD ആണെന്നുമാണ് നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടിയെന്നും വ്യാപാരികൾ പറയുന്നു. നഗരസഭ കൈയൊഴിഞ്ഞതോടെ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. അതേസമയം ഡ്രൈനേജ് ശുചീകരണവും പൂർത്തിയായിട്ടില്ലെന്നും ഇവർ പറയുന്നു. നഗരസഭയുടെ കൈവരിയാണ് വെള്ളം കയറാൻ കാരണമെന്ന് പറയുമ്പോൾ PWയുടെ പേര് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് നഗരസഭ. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.